ഫ്രണ്ട്സ്. നമ്മുടെ മെലിക്കൽ ആഗ്രോ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് വാഗമണ്ണിൽ നമ്മുടെ ഒരു പുതിയ പ്രൊജക്റ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ലാൻഡ്സ്കേപ്പ് വർക്കിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു റിസോർട്ട് കം ഒരു ഗസ്റ്റ് ഹൗസാണ് ഒരു കസ്റ്റമറുടെ. അപ്പം അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. വാഗമണ്ണിൻ്റെ ഒരു റിമോട്ട് ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. വണ്ടൻപതാൽ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അപ്പം ഓൺ ദ വേയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ മൊത്തം മഴയാട്ടോ, നല്ല മഞ്ഞും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് ക്ലിയർ ആയപ്പോൾ ഞങ്ങൾ സ്ഥലം ഒന്ന് കാണിക്കാമെന്ന് കരുതി വേഗം ചാടി ഇറങ്ങിയതാണ്. ഇതുകൊണ്ട് നല്ല മഴയുണ്ട്, മഴ ചാറിക്കൊണ്ടിരിക്കുന്നു. ഇത് വാഗമൺ ടൗൺ കഴിഞ്ഞിട്ട് കട്ടപ്പന റൂട്ടിൽ നിന്ന് വീണ്ടും ഡൈവേർട്ട് ചെയ്ത് കയറി പോകുന്ന ഒരു ടീ എസ്റ്റേറ്റിൻ്റെ നടുക്കൂടെയുള്ള ഒരു വഴിയാണ്. വഴിയൊക്കെ ഇത്തിരി മോശമാണ്, എന്നാലും കുഴപ്പമില്ല, കാറുകളൊക്കെ കയറി വരുന്ന വഴിയാണ്. നല്ല ക്ലൈമറ്റ് ആയി കേട്ടോ, നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ആയി. മഴക്കാലത്തിൻ്റെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഏറ്റവും നല്ലൊരു സമയം ആയി വാഗമണ്ണൊക്കെ മാറിക്കഴിഞ്ഞു കേട്ടോ. നല്ല ക്ലൈമറ്റൊക്കെ ആയി. അപ്പോൾ വാഗമണ്ണൊക്കെ വരാൻ താല്പര്യമുള്ളവർക്ക് ഇനി പോരാൻ കേട്ടോ, നല്ല തണുപ്പൊക്കെ ആസ്വദിച്ച് പോരാം. അപ്പം നമുക്ക് ഇനിയിപ്പോൾ അവിടെ ചെന്ന് സൈഡിലെ വീഡിയോസ് കാണാം. ഓക്കെ. പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം പേൾ ഗ്രാസും പിന്നെ കുറേ പ്ലാന്റ്സും ഗാർഡൻ പ്ലാന്റ്സുകളും ഫ്രൂട്ട് പ്ലാന്റ്സുകളും പ്ലാന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്ഥലം കാണാം. ഇത് ഈ ഒരു ഭാഗങ്ങളെല്ലാം പേൾ ഗ്രാസ് ചെയ്ത് ഗ്രൗണ്ട് കവറായിട്ട് ചെയ്ത് വരും. അതുപോലെ തന്നെ ഈ ഫെൻസ് വരുന്ന ഭാഗങ്ങളെല്ലാം ട്രോപ്പിക്കൽ രീതിയിലുള്ള ഒരു ഗാർഡനിങ് കയറി വരും. ഇംഗ്ലീഷ് ഗാർഡൻ അല്ല. പിന്നെ ഇതിങ്ങനെ പോവാണ് കേട്ടോ. അവിടെ ആ ഭാഗത്തുമുണ്ട് ലാൻഡ്, പിന്നെ ഈ സൈഡിലുണ്ട്. പിന്നെ നമ്മൾ ഈ വണ്ടി കിടക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു ഫിഷ് പോണ്ടും അതിനുള്ളൊരു വാട്ടർ ബോഡിയും എല്ലാം ചെയ്യുന്നുണ്ട്. ഈ മോൾ സൈഡും പേൾ ഗ്രാസ് കയറി വരും. ഇതിപ്പം മൊത്തം വീഡ്സാണ് കേട്ടോ, അതെല്ലാം ക്ലിയർ ആകും. പിന്നെ പറ്റുമെങ്കിൽ നല്ലൊരു ഫ്ലോർ പെയിൻറ്റും കൊണ്ട് അടിച്ച്, ഇത് ഒരു ഇൻ്റർലോക്സ് കുറച്ച് പഴയതാണെന്ന് തോന്നുന്നു. അപ്പം ഇതെല്ലാം ഒന്ന് ഭംഗിയാക്കാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്ലോർ പെയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ചീപ്പ് കോസ്റ്റിൽ ലെസർ കോസ്റ്റിൽ നമുക്ക് അത് ഈസി ആയിട്ട് കവർ ചെയ്തിടാം. ഇത് ക്ലയൻറ്റിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസാണ്. ഒരു റിസോർട്ട് പോലെയൊന്നും കൊടുക്കുന്നില്ലെന്നാണ് ഇപ്പോൾ കേട്ടത്. അപ്പം ആൾ പുറത്താണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ നാട്ടിൽ വരുമ്പം യൂസ് ചെയ്യാൻ. ഇവിടെ നിന്ന് ഇപ്പം നല്ല മഞ്ഞാണ് കേട്ടോ, അതുകൊണ്ടാണ് ഒന്നും കാണത്തില്ല. അത് നല്ലൊരു വാലിയാണ്. ഈ ലാൻഡും ഒക്കെ നമുക്ക് ഗ്രാസ് കവറിങ് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ചെയ്ത് വരാനുള്ളത്. താഴോട്ട് മൊത്തം ടീ പ്ലാന്റേഷനാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇതെല്ലാം നല്ല വിസിബിളായിരുന്നു, നല്ല വാലി ആയിരുന്നു. നല്ല മഞ്ഞാണ്, നല്ല മഴയും മഞ്ഞും ഒക്കെയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വർക്ക് തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു കംപ്ലീഷനും പ്രോഗ്രസ്സും എല്ലാം കാണാം. സ്കൈ ഒരു ഇച്ചിരി ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്ന കാഴ്ചകളും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളും എല്ലാം വരും എപ്പിസോഡുകളിൽ കാണാം. അതുവരെയും ബൈ.